സർക്കാരും സജീവമായി രാജ്ഭവന്റെ നീക്കങ്ങൾക്കെതിരെ, ഗവർണർ നീക്കങ്ങൾക്കെതിരെ രംഗത്തുണ്ട്. എങ്ങനെയായിരിക്കും സർവകലാശാലയുടെ പ്രവർത്തനത്തെ ഇത് താളം തെറ്റിക്കുക? നമുക്ക് ഇവിടെ സർവകലാശാലയിലെ ഇപ്പൊ VC പറഞ്ഞതിനോടൊന്നും ചോദിക്കാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് ഇപ്പൊ SFI പുതിയ വൈസ് ചാൻസലറെ തടയുമെന്ന് പറയുന്നതിനോട് ചോദിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കേരളത്തിലെ ഹൈക്കോടതി തന്നെ പറഞ്ഞതാണ്, കേരളത്തിലെ 13 സർവകലാശാലകളിൽ 12 സർവകലാശാലകളിൽ ഇൻചാർജ് ഭരണമാണ് നടക്കുന്നത്. കേരള സർവകലാശാലയിൽ ആകെയുള്ള ഏക വൈസ് ചാൻസലർ ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ പെടുന്ന മോഹൻ കുന്നുമ്മലാണ്. അദ്ദേഹത്തിന് കേരള സർവകലാശാലയുടെ ചുമതലയാണ് നൽകിയിട്ടുള്ളത്. കേരള സർവകലാശാല ചുമതലയുള്ളപ്പോൾ അദ്ദേഹം വിദേശത്തോട്ട് പോകുന്നതുകൊണ്ട് പകരം വേറൊരാളെ ചാൻസലർ ചാർജ് നൽകണം. അതിന്റെ ഭാഗമായി തോമസിന് ചാർജ് നൽകുകയും അത് നിയമപ്രകാരം തന്നെയാണ്. പക്ഷേ വൈസ് ചാൻസലർ രജിസ്ട്രാർക്കെതിരെ എടുത്തുള്ള നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അദ്ദേഹം പറയുന്നത് വൈസ് ചാൻസലർക്ക് സിൻഡിക്കേറ്റിന്റെ അധികാരമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് വ്യക്തത വരുത്തേണ്ടതുണ്ട് അദ്ദേഹം തന്നെ. കാരണം ആ ക്ലോസ് അനുസരിച്ച് 10(13) അനുസരിച്ച് if an emergency occurs, he can exercise the powers of the syndicate എന്നാണ്. വൈസ് ചാൻസലർ can exercise the powers of the syndicate എന്നാണ്. ഇവിടെ ഒരു എമർജൻസിയും ഇല്ല. ഇവിടെ ചാൻസലറോട് മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചാൻസലറോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് വൈസ് ചാൻസലർ കൈവശം കിട്ടിയിട്ടുണ്ട്. വൈസ് ചാൻസലർക്ക് ചെയ്യാൻ കഴിയുന്ന അടിയന്തരമായി സിൻഡിക്കേറ്റ് വിളിച്ചു ചേർത്ത് സിൻഡിക്കേറ്റിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കുകയും സിൻഡിക്കേറ്റ് എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കാരണം അപ്പോയിന്റിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റ് ആയിരിക്കെ ഒരു കാരണവശാലും വൈസ് ചാൻസലർക്ക് ആ പവേഴ്സ്, സിൻഡിക്കേറ്റിന്റെ പവേഴ്സ് എക്സസൈസ് ചെയ്തുകൊണ്ട് ഒരാളെ സസ്പെൻഡ് ചെയ്യുക നിയമപ്രകാരമല്ല. അദ്ദേഹത്തിന് അത് ചെയ്യാൻ അവകാശവുമില്ല. മറിച്ച് കാവിക്കുടി ജ്യോതികുമാർ ചാമക്കാല രജിസ്ട്രാറുടെ പകരം ചുമതല മറ്റൊരാൾക്ക് VC കൈമാറിയിട്ടാണ് അദ്ദേഹം റഷ്യയിലേക്ക് പോയിട്ടുള്ളത്. KS അനിൽകുമാർ ഇന്ന് രജിസ്ട്രാറായി ജോലിക്ക് എത്തുമെന്ന് ഒരു ഭാഗത്ത് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. മറുഭാഗത്ത് VC മോഹൻ കുന്നുമേൽ പകരം താൽക്കാലിക ചുമതല ഏൽപ്പിച്ച രജിസ്ട്രാറും ഇന്ന് ഒരുപക്ഷെ ജോലിക്ക് എത്തിയായിരിക്കും. അപ്പോൾ ഇന്ന് എന്ത് സംഭവിക്കും? നോക്കൂ, ഇവിടെ വൈസ് ചാൻസലർ ചെയ്തിരിക്കുന്നത് നിയമപ്രകാരം ശരിയല്ല എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. പക്ഷെ അതിന്റെ പേരിൽ വൈസ് ചാൻസലർ എടുത്തിരിക്കുന്ന നിയമവിരുദ്ധമായ നടപടിയെ നിയമപ്രകാരം തന്നെ നേരിടുന്നതിന് പകരം അതിനെ കയ്യൂപ്പ് കൊണ്ട് നേരിടുന്നത് രജിസ്ട്രാർക്കും യോജിച്ചതല്ല. ആ സ്ഥാനത്തേക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വൈസ് ചാൻസലറാണ്, രജിസ്ട്രാറുടെ ഹയർ ഓഫീസറാണ്. പക്ഷെ അത് നിയമസാധുതയില്ല എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു. നിയമപ്രകാരം ശരിയുമല്ല എന്നിരിക്കെ തന്നെ സസ്പെൻഡ് ചെയ്തത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ ആ കസ്റ്റഡിയിൽ പോയിരിക്കുന്നതിനോട് യോജിക്കാനാവില്ല. അതിന് ഒന്നുകിൽ ചാൻസലറോട് അപ്പീൽ കൊടുക്കാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാം. ഏതായാലും അദ്ദേഹത്തിന് എതിരായി എടുത്തിട്ടുള്ള അച്ചടക്ക നടപടി, സസ്പെൻഷൻ ഒരു പണിഷ്മെന്റ് അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ എടുത്തുള്ള അച്ചടക്ക നടപടി, ആ നടപടിയെ നിയമാനുസൃതം നേരിട്ട് വേണം അദ്ദേഹം ആ കസ്റ്റഡിയിലേക്ക് മടങ്ങി വരാൻ. അദ്ദേഹവും വാശി കാണിക്കുന്നത് സർവകലാശാല പോലെ ഒരു സ്വയംഭരണ അവകാശമുള്ള ഒരു അക്കാദമിക താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട പ്രസ്ഥാനത്തിന് യോജിച്ചാൽ. ശരി, വളരെയധികം നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല. അതായത് കൃത്യമായി പറയുന്നത് അങ്ങനെ ഒരു അധികാരം